അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാനിൻ്റെ ഏറ്റവും പവിത്രമായ ദിനങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഏകദേശം ഈ മാസത്തിൻ്റെ പകുതിയോളം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത്രയും ദിവസങ്ങളിൽ നാം ചെയ്ത സൽക്കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇഹലോകത്ത് ഒരുപാട് കർമ്മങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്. അതവൻ്റെ ഭൗതിക ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളതുകൊണ്ട്, പാരത്രിക ജീവിതത്തിന് കിട്ടാൻ കൂലി കിട്ടുന്നതിന്, പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളുണ്ട്. ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള പുണ്യം നാളെ പരലോകത്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. മരണത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഹിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. യാതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്കുള്ള പ്രതിഫലം നാളെ മഹ്ശറയിൽ മരണത്തിന് ശേഷം മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള കൂലി നൽകുക. അങ്ങനെ ഇവിടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂലി കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതാണ്. ഇവിടെ നമുക്കറിയാം, നമ്മുടെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ളവരും അമുസ്ലിങ്ങളായിട്ടുള്ളവരും ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. മുസ്ലിങ്ങളിൽ തന്നെ പലരും പല കർമ്മങ്ങളും ചെയ്യുമ്പോൾ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ആ കർമ്മം പരലോകത്ത് ഉപകാരപ്പെടുകയില്ല, അല്ലെങ്കിൽ നീ ചെയ്യുന്ന ഇന്ന കാര്യം കൂലി കിട്ടുന്നതല്ല, അത് പരലോകത്ത് കൂലി കിട്ടാത്തതാണ്. ഇത്തരത്തിൽ ഒരുപാട് കർമ്മങ്ങൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏതെല്ലാം കർമ്മങ്ങൾക്ക് ഏതൊക്കെ രൂപത്തിലാണ് നാളെ പരലോകത്ത് കൂലി കിട്ടുക, അതിനുള്ള നിബന്ധനകൾ എന്താണ് എന്നുള്ളതാണ് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 3 നിബന്ധനകളാണ് ഒരു വ്യക്തി ചെയ്യുന്ന കർമ്മങ്ങൾ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ സ്വീകരിക്കാൻ നിബന്ധനയായിട്ടുള്ളത്. അതിൽ ഏറ്റവും ഒന്നാമത്തേത് ഈമാൻ എന്നുള്ളതാണ്. വിശ്വാസം ഉൾക്കൊണ്ടവരുടെ കർമ്മങ്ങൾ മാത്രമേ നാളെ പരലോകത്ത് അവനക്ക് ഉപകാരപ്പെടുകയുള്ളൂ. വിശ്വസിക്കാത്തവരുടെ, അവിശ്വാസിയായി കൊണ്ട് ജീവിക്കുന്നവരുടെ കർമ്മങ്ങൾ എത്ര നല്ല കർമ്മങ്ങളാണെങ്കിലും അത് നാളെ എന്താവില്ല, അവർക്ക് പരലോകത്ത് ഉപകാരപ്പെടുന്ന കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അത് വരികയില്ല. നമുക്ക് സുപരിചിതമായ ഒരു ആയത്തിൽ കാണാൻ പറ്റും, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവരില്ല. അപ്പോൾ സൽക്കർമ്മം പറയുന്നതിൻ്റെ കൂടെ അതിൻ്റെ മുന്നോടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതാണ് വിശ്വാസം എന്നുള്ളത്. വിശ്വാസം പൂർണ്ണമായും ആരിലാണോ ശരിയായത് അവരുടെ കർമ്മങ്ങൾക്ക് മാത്രമേ നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടുകയുള്ളൂ. വിശ്വാസം ശരിയാവാതെ എത്ര തന്നെ കർമ്മങ്ങൾ ചെയ്താലും അതിന് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രതിഫലം നൽകുന്നതല്ല. നമുക്കറിയാം, പരിശുദ്ധ റമദാൻ വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയകളിലും പേപ്പറിലൊക്കെ ഒരുപാട് ന്യൂസുകൾ വരും. അവിശ്വാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ നോൻപെടുക്കുന്നു, 30 നോമ്പ് പൂർണ്ണമായി എടുക്കുന്നു, അവരുടെ മുസ്ലിം സുഹൃത്തുക്കളുടെ കൂടെ നോമ്പെടുക്കുന്നു. അതേപോലെ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ദാനധർമ്മങ്ങൾ, ചാരിറ്റി ചെയ്യുന്നു. അപ്പോൾ പലപ്പോഴും പലരും ചോദിക്കുന്ന ചോദ്യമാണ്, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നാളെ പരലോകത്ത് കൂലി കിട്ടോ ഇല്ല എന്നുള്ളതാണ്. അതിനുള്ള മാനദണ്ഡം അവരുടെ വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്ന വിശ്വാസം അത് പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടാണോ ഇവർ ചെയ്യുന്നത് എങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂലി ഉണ്ടാവും. അതല്ല, അവരുടെ വിശ്വാസം ശരിയായിട്ടില്ല എന്നാണെങ്കിൽ എത്ര തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല, അത് അവർക്ക് പരലോകത്ത് ഉണ്ടാവില്ല, ഉപകാരപ്പെടുകയില്ല എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ വിശ്വാസം ശരിയായിട്ട് ആരൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നോ അവരുടെ കർമ്മങ്ങൾ മാത്രമേ പ്രതിഫലം കിട്ടുകയുള്ളൂ. അതുപോലെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തന്നെ വിശ്വാസത്തിലെ ചെറിയ ചെറിയ പാളിച്ചകളും വീഴ്ചകളും, അതല്ലെങ്കിൽ വമ്പിച്ച
വീഴ്ചകളും വന്നുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. അവരുടെ കർമ്മങ്ങൾ കൊണ്ടും നാളെ പരലോകത്ത് അവർക്ക് പ്രതിഫലം കിട്ടൂല. നമുക്കറിയാം, മുസ്ലിം സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയായ രൂപത്തിലുള്ള വിശ്വാസമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട ഇബാദത്തുകൾ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് മാത്രം കൊടുക്കാതെ പലപ്പോഴും വിശ്വാസത്തിൽ ശിർക്ക് വന്നുകൊണ്ടാണ് പലരും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്കും നാളെ പരലോകത്തൊന്നും ഉണ്ടാവില്ല. എത്ര നല്ല കർമ്മങ്ങളാണെങ്കിലും അതിനുള്ള പ്രതിഫലം നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതല്ല. പരിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. തീർച്ചയായും നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും സന്ദേശം നൽകപ്പെട്ടിട്ടുള്ളത് ഇതത്രേ, നീ അള്ളാഹുവിന് പങ്കാളിയെ ചേർക്കുന്ന പക്ഷം നീ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു പറയുന്നത്, നീ എത്ര തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്താലും നിന്റെ വിശ്വാസത്തിൽ ശിർക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ, എത്ര തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്താലും അത് നാളെ പരലോകത്ത് എന്താവില്ല, അവർക്ക് ഉപകാരപ്പെടുകയില്ല. പരലോകത്ത് ഉപകാരപ്പെടണമെങ്കിൽ ഒരാളുടെ വിശ്വാസം പൂർണ്ണമായും ശരിയാണ്. ശിർക്കില്ലാതെ മുവഹിദായിക്കൊണ്ട് തൗഹീദ് ഉൾക്കൊണ്ട് എല്ലാ മേഖലകളിൽ നിന്നും ശിർക്കിൽ നിന്നും മുക്തമായിക്കൊണ്ടുള്ള ഒരു വിശ്വാസമാണ് പാലിച്ചു ജീവിക്കുന്നതെങ്കിൽ അവൻ്റെ കർമ്മങ്ങൾ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ എന്താവുള്ളൂ, പരലോകത്ത് സ്വീകരിക്കുകയുള്ളൂ. അതല്ല ശിർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിലോ കാലിലോ ഏതെങ്കിലും ചരടുകൾ ബന്ധിച്ചോ ഏലസുകൾ ബന്ധിച്ചോ അതുകൊണ്ട് നമ്മൾ എത്രയൊക്കെ നമസ്കരിച്ചിട്ടും എത്രയൊക്കെ നോൽമ്പ് നോറ്റിട്ടും കാര്യമില്ല. അവൻ്റെ തവക്കുൽ കൊടുക്കുന്നത് ആ കയറിലായിരിക്കും, അല്ലെങ്കിൽ ആ ഏലസിലായിരിക്കും. അത്തരത്തിലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് ആവശ്യമില്ല, അത് അല്ലാഹു തആല സ്വീകരിക്കുകയുമില്ല. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി കർമ്മങ്ങൾ സ്വീകരിക്കാൻ ഒന്നാമതായി വേണ്ടത് വിശ്വാസം ശരിയാവുക എന്നുള്ളതാണ്. രണ്ടാമതായി കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടത് ഇഖ്ലാസാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ആത്മാർത്ഥമായി അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണം എന്നുള്ള നെയ്യത്ത് വേണം. അങ്ങനെ നെയ്യത്ത് ശരിയായവർക്ക് മാത്രമേ എന്തുള്ളൂ, പരലോകത്ത് അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം കിട്ടുകയുള്ളൂ. സ്വഹീഹായ ഹദീസ് നമുക്കെല്ലാവർക്കും അറിയാം, ബുഖാരിയിൽ ഏറ്റവും ഒന്നാമത്തെ ഹദീസ് ഇന്നമൽ അമാലു ബിന്നിയ്യ, നെയ്യത്ത് ശരിയാവുക എന്നുള്ളതാണ് ഹദീസ് പറഞ്ഞത്. ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. നിങ്ങൾ തീർച്ചയായും പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുക ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു. ഏതൊരാൾക്കും ഉദ്ദേശിച്ചത് എത്രേ കരസ്ഥമാക്കുകയുള്ളൂ. ഒരാൾ ഒരു സൽക്കർമ്മം ചെയ്യുന്ന സമയത്ത് അവൻ്റെ ഉദ്ദേശം നാളെ പരലോകത്ത് കൂലി കിട്ടണം എന്നുള്ളതാണെങ്കിൽ അവനക്ക് കൂലി കിട്ടും. അതല്ല, ഒരു ദാനം കൊടുക്കുന്ന സമയത്ത് മറ്റുള്ളവർ കാണണം, ഞാൻ വലിയൊരു ദാനശീലനാണ്, ഞാൻ എല്ലാവരെയും സഹായിക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു മനസ്സിൽ അന്നൊരു വിചാരത്തോടു കൂടിയാണ് ഒരാൾ സഹായം ചെയ്യുന്നത് എങ്കിൽ അവൻക്ക് അതിന് പരലോകത്ത് അതിനുള്ള കൂലി കിട്ടൂല. അതേപോലെ ഒരാൾ നമസ്കരിക്കുന്ന സമയത്ത് ആത്മാർത്ഥയോടു കൂടിയല്ല, മറ്റുള്ളവർ കാണണം, എൻ്റെ നമസ്കാരം മറ്റുള്ളവർ കണ്ടിട്ട് ഞാൻ നല്ല ഭക്തിയുള്ള ആളാണ്, നല്ലൊരു നമസ്കാരക്കാരനാണ് എന്ന് വിചാരിക്കണം എന്നുള്ളൊരു നെയ്യത്തിലാണ് ഒരാൾ നമസ്കരിക്കുന്നത് എങ്കിൽ അവൻ്റെ നമസ്കാരം കൊണ്ട് അവൻക്ക് പരലോകത്ത് യാതൊരു പ്രതിഫലം കിട്ടൂല. ഈ ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് കാണും, ഒരാൾ ഹിജ്റ പോകുന്നത് അള്ളാഹുവിനും റസൂലിനും ദീനിനും വേണ്ടി മാത്രമാണെങ്കിൽ ആ ഹിജ്റ കൊണ്ട് അദ്ദേഹത്തിന് പരലോകത്ത് ഉപകാരം കിട്ടും. അതല്ല, ഒരാൾ ഹിജ്റ പോകുന്നത് ഭൗതിക ലോകത്ത് എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അവൻക്ക് അതുകൊണ്ട് ഭൗതിക ലോകത്ത് താല്പര്യം കിട്ടും, പരലോകത്ത് യാതൊരു പ്രതിഫലം അതുകൊണ്ട് കിട്ടൂല. അതല്ല, ഒരാൾ ഹിജ്റ പോകുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നുള്ള നെയ്യത്തിലാണെങ്കിൽ അവൻക്ക് അത് കിട്ടും, പരലോകത്ത് യാതൊരു കൂലും അതുകൊണ്ട് കിട്ടൂല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര ആത്മാർത്ഥത ഉണ്ടോ അതിനനുസരിച്ചാണ് അതിന് പ്രതിഫലം നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് കിട്ടുക. എത്ര തന്നെ നല്ല കർമ്മങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം നാട്ടിൽ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിക്കൊണ്ടാണ് ആളുകൾ ഹജ്ജിന് പോകുന്നത്. അതേപോലെ ഒരു ഉംറക്ക് പോകണമെങ്കിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രൂപ ചിലവാക്കണം. ഇത്രയും വലിയ സംഖ്യ ചിലവഴിച്ചുകൊണ്ട് നമ്മൾ പോകുന്ന ഉംറയുടെ അല്ലെങ്കിൽ ഹജ്ജിൻ്റെ നെയ്യത്തൊന്ന് മാറിയാൽ എന്നെ ആളുകൾ ഹാജി എന്ന് വിളിക്കണം, അല്ലെങ്കിൽ ഞാൻ സമൂഹത്തിൽ ഹജ്ജ് ചെയ്തപ്പെട്ട ഒരാളായി അറിയപ്പെടണം എന്നുള്ളൊരു നെയ്യത്താണെങ്കിൽ എത്ര ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടും എത്ര തന്നെ സാമ്പത്തികമായും ശാരീരികമായും അവൻ
പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടും കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ആ ചെയ്യുന്ന ഹജ്ജിനോ ആ ചെയ്യുന്ന ഉംറക്കോ യാതൊരു പ്രതിഫലവും കിട്ടൂല. നെയ്യത്ത് പൂർണ്ണമായും ശരിയാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രൂപത്തിലുള്ള ഒരു ഹജ്ജ്, അള്ളാഹുവേ ഈ ഹജ്ജ് കൊണ്ട് ഇത്രയും കാലം ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം പുറത്ത് എന്നെ പരലോകത്ത് നീ സ്വർഗത്തിലാക്കണമേ എന്നുള്ളൊരു നെയ്യത്തോടു കൂടി മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും എന്നെ ആജി എന്ന് വിളിക്കട്ടെ, വിളിക്കാതിരിക്കട്ടെ, എന്തു തന്നെ ആവട്ടെ, പക്ഷെ ഈ ഹജ്ജ് എനിക്ക് പരലോകത്ത് ഉപകാരപ്പെടുന്ന ഹജ്ജ് ആവണമെന്ന് ആത്മാർത്ഥമായ നെയ്യത്തോടു കൂടിയാണ് ഒരാൾ ഹജ്ജിന് പോകുന്നതെന്നാണെങ്കിൽ അങ്ങനെയുള്ള ഹജ്ജുകൾക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉദ്ദേശിച്ച അതിന് പ്രതിഫലം കിട്ടും. അതല്ല സമൂഹത്തിലെ ആളുകളുടെ ഇടയിൽ ഒരു ഹാജിയായി അറിയപ്പെടണം, അല്ലെങ്കിൽ ഞാനൊരു ഉംറ ചെയ്ത ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് സമ്പത്ത് കൊടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ള ചാരിറ്റി ചെയ്യുന്ന ആളാണ് എന്ന് അറിയപ്പെടണം എന്നുള്ള നെയ്യത്തിലാണ് ചെയ്യുന്നത് എങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ നെയ്യത്ത് മാറുന്നത് കൊണ്ട് കൂലി കിട്ടാതെ. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ആളുകളുടെ അടുത്തേക്ക് ഒരു 3-4 ആൾ എന്തെങ്കിലും ഒരു കളക്ഷന് പോയാൽ, ഒരു മദ്രസയുടെ പിരിവിന് പോയാൽ, അല്ലെങ്കിൽ ഒരു പള്ളിയുടെ പിരിവിന് പോയാൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് തെറ്റാൻ സാധ്യതയുണ്ട്. ഇത്രയും നല്ല നല്ല ആളുകളെല്ലാം വന്നിട്ടുണ്ട്, 5-6 ആൾ വന്നതല്ലേ, ഞാൻ ചെറിയ എമൗണ്ട് കൊടുത്ത് മോശമാവൂലേ, എന്നാൽ കുറച്ച് വലിയ എമൗണ്ട് തന്നെ കൊടുക്കാം, കാരണം ആ റെസിപ്റ്റ് ബുക്കിൽ എൻ്റെ പേരിൽ ഒരു വലിയ എമൗണ്ട് എടുക്കട്ടെ. ഈ ഒരു നെയ്യത്തിലാണ് അദ്ദേഹം 1 ലക്ഷമോ 2 ലക്ഷമോ 5 ലക്ഷമോ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ പൂർണ്ണമായ നിർമ്മാണം ഏറ്റെടുക്കുക ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് അദ്ദേഹത്തിന് ഭൗതിക ലോകത്ത് അങ്ങനെ അറിയപ്പെടാൻ പറ്റുമെന്നല്ലാതെ പാരത്രിക ലോകത്ത് അതുകൊണ്ട് യാതൊരു ഉപകാരം കിട്ടൂല. ആ കർമ്മങ്ങൾ പൂർണ്ണമായി നിഷ്ഫലമായി പോകുമെന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമതായി ഒരു കർമ്മം സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ് നന്നാവുക എന്നുള്ളതാണ്. മൂന്നാമതായി കർമ്മം സ്വീകരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടത് ഇത്തിബാ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ട കർമ്മങ്ങളായിരിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കർമ്മങ്ങളുണ്ട്, ഇസ്ലാമിൻ്റെ പേരിൽ ചെയ്യുന്ന കർമ്മങ്ങൾ. അതെല്ലാം നാളെ പരലോകത്ത് കൂലി കിട്ടുന്ന കർമ്മങ്ങളായിക്കൊള്ളുന്നില്ല. ഇന്ന് സമൂഹത്തിൽ ഖുർആനും സുന്നത്തും പഠിപ്പിക്കാത്ത ഒരുപാട് കർമ്മങ്ങൾ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം മരണത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരുപാട് ചടങ്ങുകൾ 7, 14, 40 എല്ലാ വർഷവും ആണ്ട് കൊണ്ടാടുന്നു, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം എന്ന പേരിൽ നബിദിനാഘോഷം നടത്തുന്നു. അതല്ലെങ്കിൽ പല ജാറങ്ങളോടനുബന്ധിച്ച് നേർച്ചകൾ നടക്കുന്നു. ഇത് പലപ്പോഴും മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഇതെല്ലാം ഒരു സൽക്കർമ്മമാണ്, ഒരു സുന്നത്താണ് എന്നുള്ള നിലക്കാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൂലി കിട്ടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന സുന്നത്തിലുണ്ടോ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, ഹദീസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ നമ്മൾ നോക്കണം. ഇല്ലാത്ത പ്രവർത്തനങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രതിഫലവുമില്ല. ആ സമയവും ആ സമ്പത്തും നമുക്ക് നഷ്ടപ്പെടുക മാത്രമേ അതുകൊണ്ടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തുണ്ടോ അത് ചെയ്യുന്നത് കൊണ്ട് മാത്രമേ നാളെ പരലോകത്ത് നിന്നുള്ളൂ പ്രതിഫലം കിട്ടുകയുള്ളൂ. അതല്ലാതെ റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിൽ ഉള്ളതാണ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് പ്രതിഫലം കിട്ടുകയില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് നാളെ പരലോകത്ത് ആ ചെയ്ത പ്രവർത്തനത്തിന് ശിക്ഷ കൂടി ലഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത എന്ത് പ്രവർത്തനം ചെയ്തിട്ടും കാര്യമില്ല, അത് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയുന്നതാണ്. നമ്മൾ ഒരുപാട് കേട്ട ഹദീസാണ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദും. നമ്മുടെ കൽപ്പന ഇല്ലാത്ത പ്രവർത്തനം ആരെങ്കിലും ചെയ്താൽ അത് തള്ളിക്കളയേണ്ടതാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ബിദ്അത്തുകൾ. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പെരുകിയിട്ടുള്ളൊരു കാര്യമാണ് ബിദ്അത്ത്. പലപ്പോഴും ബിദ്അത്തിൻ്റെ ആധിക്യം കാരണം സുന്നത്തുകൾ വിസ്മരിക്കപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. റമദാൻ അടുപ്പിച്ച് വരുമ്പോൾ ഒരുപാട് ബിദ്അത്തായ നോമ്പുകൾ, അതേപോലെ ബിദ്അത്തായ കർമ്മങ്ങൾ, ബിദ്അത്തായ നമസ്കാരങ്ങളൊക്കെ കാണാൻ പറ്റും സമൂഹത്തിൽ. ഇതൊക്കെ ഈ സമൂഹം ഏറ്റെടുത്ത് ചെയ്യുന്നത് നാളെ പരലോകത്ത് ഇതുകൊണ്ട് കൂലി കിട്ടുമെന്നുള്ള നിലക്കാണ്. പലപ്പോഴും പല സംഘടനാ നേതാക്കളും ഇത്തരം ബിദ്അത്തുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയും അതിന് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും തെറ്റായ രൂപത്തിൽ ഹദീസുകളെ വിശദീകരിച്ചു കൊണ്ട് കൊടുക്കുകയും ചെയ്യും. ഇതൊന്നും മനസ്സിലാക്കാതെ പൊതുസമൂഹം, പൊതുജനങ്ങൾ എന്ത് ചെയ്യും, ഇതൊക്കെ സുന്നത്താണ്, ബറാത്തിൻ്റെ നോമ്പ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തസ്ബീഹ് നമസ്കാരം, അല്ലെങ്കിൽ നബിദിനാഘോഷം, അല്ലെങ്കിൽ നമ്മുടെ ജാറങ്ങളിൽ നടക്കുന്ന നേർച്ചകൾ, അല്ലെങ്കിൽ ഈ പ്രത്യേക എണ്ണം പിടിച്ചുകൊണ്ടുള്ള യാസീനോത്തുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക എണ്ണം പറഞ്ഞുകൊണ്ടുള്ള സ്വലാത്തുകൾ, അല്ലെങ്കിൽ പുതിയ പുതിയ സ്വലാത്തുകൾ, നാരിയ സ്വലാത്ത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ ബിദ്അത്താണ്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് പരിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കണം. എന്നിട്ട് റസൂൽ പഠിപ്പിച്ചതാണോ എന്നാൽ നാളെ പരലോകത്ത് അതിന് കൂലി കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്നിട്ടില്ലേ, ആ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടൊന്നും
യാതൊരു പ്രതിഫലവും നമുക്ക് നാളെ കിട്ടുകയില്ല എന്ന് മാത്രമല്ല, ഇത്തരം വിദഗ്ധകൾ സമൂഹത്തിൽ കടന്നുകൂടി നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതിന് കുറ്റക്കാരായി മാറുകയും ചെയ്യും. പലപ്പോഴും മുൻഗാമികളായ സലഫുകളായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, തെറ്റിനേക്കാൾ ഗൗരവമാണ് വിദഗ്ധ എന്നുള്ളത്. എന്തുകൊണ്ടാണ്? ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോൾ, മദ്യപിക്കുന്ന ഒരാൾക്ക് ഞാനും മദ്യപാനം ചെയ്യുന്നത് തെറ്റാണ് എന്ന് ബോധമുള്ളത് കൊണ്ട് ഒരു പക്ഷേ അദ്ദേഹം തൗബ ചെയ്ത് അതിൽ നിന്ന് മാറിയേക്കാം. അല്ലെങ്കിൽ വ്യഭിചരിക്കുന്ന ഒരാൾ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു പക്ഷേ അതിൽ നിന്ന് മാറിയേക്കാം. പക്ഷേ വിദഗ്ധ ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയില്ല, ഞാൻ ചെയ്യുന്നത് കൂലി കിട്ടുന്ന കാര്യമാണ്, പുണ്യകർമ്മമാണ് എന്നുള്ള നിലക്കാണ് പലപ്പോഴും വിദഗ്ധകൾ ചെയ്യുക. നമ്മുടെ നാട്ടിൽ എല്ലാ വർഷവും നബിദിനം കൊണ്ടാടുന്നുണ്ട്, വളരെ ഗംഭീരമായി കൊണ്ടാടുന്നു. ഇതിന് പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ യാതൊരു അടിസ്ഥാനവുമില്ല, യാതൊരു തെളിവുമില്ല. പക്ഷേ സമൂഹത്തിൽ അതിൻ്റെ പേരിൽ പള്ളികൾ അലങ്കരിക്കുന്നു, അതിൻ്റെ പേരിൽ റോഡിലൂടെ റാലികൾ പോകുന്നു, ഒരുപാട് പോത്തുകൾ അടുത്ത് ഭക്ഷണം വിതരണം ചെയ്യുന്നു, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി ആളുകൾ പങ്കെടുക്കുന്നു, വളരെ ഇഖ്ലാസോടു കൂടിയാണ് അവർ പങ്കെടുക്കുന്നത്. പക്ഷെ അവിടെ എത്ര ആത്മാർത്ഥത ഉണ്ടായിട്ടും കാര്യമില്ല. ഈ ചെയ്യുന്ന കർമ്മങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്നിട്ടുണ്ടോ ഇല്ലെന്ന് നമ്മൾ നോക്കണം. റസൂല് പഠിപ്പിക്കാത്ത ഒരു കർമ്മത്തിനും നാളെ പരലോകത്ത് നമ്മൾ എത്ര ആത്മാർത്ഥതയോടുകൂടി എത്ര വിശ്വാസം നന്നാക്കി ചെയ്തിട്ട് കാര്യമില്ല, നാളെ അതിന് കൂലി കിട്ടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ വിദഗ്ധ നമ്മൾ ചെയ്യുകയാണ്, കൂലി കിട്ടുകയില്ല എന്ന് മാത്രമല്ല അതിൻ്റെ പേരിൽ പലപ്പോഴും നമ്മൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ആ ഒരു സുന്നത്താണ് അല്ലെങ്കിൽ റസൂൽ പഠിപ്പിച്ചത് ആ ചര്യയാണ് എന്നുള്ള നെയ്യത്തിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ആ ചെയ്യുന്ന കാര്യത്തിൻ്റെ പേരിലായിരിക്കും പലപ്പോഴും നമ്മൾ കുറ്റക്കാരാകുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ എന്തെങ്കിലും വിദഗ്ധുണ്ടോ ഇല്ലേ എന്നുള്ളൊരു പുനർവിചിന്തന നമ്മൾ ഓരോ സമയത്തും നടത്തണം. കാരണം നമ്മുടെ സമൂഹത്തിൽ അറിയാം ഒരുപാട് കാര്യങ്ങൾ വിദഗ്ധ മിക്സായി നടക്കണോണ്ട് തന്നെ സുന്നത്ത് എന്താണ് വിദഗ്ധ എന്താണെന്ന് അറിയാം. പലപ്പോഴും നമ്മുടെ കുടുംബത്തിലെ പാരമ്പര്യമായിട്ട് വിദഗ്ധകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, നമ്മളതങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടാവും, നമ്മളൊന്ന് മാറി ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ കുടുംബത്തിലെ എന്തെങ്കിലും ആചാരങ്ങൾ അനാചാരങ്ങൾ മരണത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും വീട് കൂടിയിരിക്കലിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നബിദിനാഘോഷം പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മാറി ചിന്തിക്കണം. കാരണം എന്താ വെച്ചാൽ ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും അതിങ്ങനെയാണ് മുണ്ടാതെ നിൽക്കുക, എങ്ങനെയാണ് പോട്ടെ, അത് അവർ ചെയ്യണവർ ചെയ്യട്ടെ, ഞാൻ അതിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കണുള്ളൂ എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം പോലും ഈ വിധത്തിന് നമ്മൾ കൂട്ടി നിൽക്കുന്നതോടുകൂടി നഷ്ടപ്പെടും. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വിധത്തിന് അത്രയും ഗൗരവത്തിൽ കണ്ടത്. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ളത് തിന്മയേക്കാൾ കൂടുതൽ വിധത്തിനാന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം വിധത്തിൽ നിന്ന് സമൂഹം മാറൂല, തെറ്റിൽ നിന്ന് ഒരു പക്ഷേ മാറിയേക്കാം. അപ്പോൾ വിധത്തായ കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനൊരു കാരണവശാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നിന്ന് പരലോകത്ത് യാതൊരു പ്രതിഫലം കിട്ടൂല. ഇതിന് പുറമെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് വരാറുണ്ട്. അതും നമ്മൾ സൂക്ഷിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സൂചിപ്പിക്കാം. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് ഉപകാരപ്പെടുകയില്ല എന്ന് മാത്രമല്ല അത് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അള്ളാഹു നാളെ സുബ്ഹാനഹു വ തആല നാളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയോ ചെയ്യാറുണ്ട്. അത്തരം കർമ്മങ്ങളിൽപ്പെട്ട ഒന്നാണ് അള്ളാഹു നിഷിദ്ധമാക്കിയത് നമ്മൾ പ്രവർത്തിക്കുക. ഏതെങ്കിലും ഒരു തെറ്റിൽ സ്ഥിരമായി നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഈ നേരത്തെ പറഞ്ഞ രൂപത്തിൽ മദ്യപിക്കുക, അല്ലെങ്കിൽ വ്യഭിചരിക്കുക, അല്ലെങ്കിൽ ഹറാമായ കാര്യങ്ങൾ കാണാം, അല്ലെങ്കിൽ പലിശയിൽ അധിഷ്ഠിതമായൊരു ജീവിതം മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ ഇങ്ങനെ സ്ഥിരമായി നമ്മൾ തെറ്റിലാണ് മുഴുകിക്കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നത്, അതിൽ നിന്ന് മാറി ചിന്തിക്കണില്ല അല്ലെങ്കിൽ മാറിപ്പോകണില്ല എന്നുള്ളതാണെങ്കിൽ അത്തരക്കാർക്ക് എത്ര തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കാര്യമില്ല, അവരുടെ പ്രവർത്തനങ്ങൾ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് മറ്റുള്ള ആർക്കെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെയ്ത നല്ല കർമ്മങ്ങൾ എടുത്ത് അവർക്ക് കൈമാറും, മദ്യപാനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ. അപ്പോൾ സ്ഥിരമായി തെറ്റിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിൽ നിന്ന് മാറണം. അത്തരം ആളുകൾക്ക് എത്ര നല്ല കർമ്മങ്ങൾ ചെയ്താലും അവർക്ക് അതിൻ്റെ കൂലി കിട്ടില്ല. അതേപോലെ മറ്റുള്ളവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിക്കൽ. നമുക്കറിയാം ഇന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലഘട്ടമാണ്. നമ്മുടെ ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു ലൈക്ക് അല്ലെങ്കിൽ വാട്സപ്പിൽ വരുന്ന ഒരു മെസ്സേജ്, ഒരു ഫോർവേഡ്, ഇതുകൊണ്ട് ഒരു പക്ഷെ മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്നുണ്ടാവും. നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യം സത്യമാണോ അസത്യമാണോ എന്ന് നമ്മൾ നോക്കാറില്ല. ഏറ്റവും ഫസ്റ്റ് ഞാൻ ഷെയർ ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഈ ഒരു ഷെയറോട് കൂടി ഒരു കുടുംബത്തിന് ചിലപ്പോൾ അപമാനം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരിക്കും. ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു ഷെയർ ഏതാനും സെക്കൻഡുകൾ നമ്മൾ എടുക്കണുള്ളൂ, നമ്മുടെ മൊബൈലിൽ നിന്ന് ചെയ്യുന്നത്. അത് ഫേസ്ബുക്കിലാകട്ടെ വാട്സപ്പിലാകട്ടെ എന്തിലാകട്ടെ. ഇതോടുകൂടി ഒരു വ്യക്തിയുടെ
ആ വ്യക്തിക്ക് എന്തെങ്കിലും മാനസിക പ്രയാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് മാനസിക പ്രയാസമുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദി നമ്മളാണ്. ഒരു പക്ഷേ ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും, അതൊരു അസത്യമായ കാര്യങ്ങളായിരിക്കും, അർദ്ധസത്യമായ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഫേസ്ബുക്കിൽ വാട്സപ്പിൽ എന്തെങ്കിലും വരുമ്പോൾ തന്നെ ഒറ്റയടിക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു മാനസിക പ്രയാസം ഉണ്ടാകുന്ന ഒരു പ്രവർത്തനം നമ്മളെ ഭാഗത്ത്, പ്രത്യേകിച്ച് ഈ റമദാൻ മാസങ്ങളിൽ നമ്മളെ ഭാഗത്ത് അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഒരു ഫായിദ ഇല്ലാതാവും. നമ്മുടെ സൽക്കർമ്മങ്ങൾ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോവുകയും അത്തരക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ എടുത്തിട്ട് അവർക്ക് നൽകുകയും ചെയ്യും. അതേപോലെ മറ്റൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനാദരിക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും നിർബന്ധ കർമ്മമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആയിരിക്കണം നമ്മൾ മുടി വളർത്തേണ്ടത്, എങ്ങനെ ആയിരിക്കണം നമ്മുടെ വസ്ത്രം, എങ്ങനെയായിരിക്കണം നമ്മുടെ താടി, ഇതെല്ലാം പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ആ സുന്നത്ത് കഴിവിൻ്റെ പരമാവധി നമ്മൾ ജീവിതത്തിൽ പകർത്തണം. അത് പകർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് പകർത്തുന്നവരെ പരിഹസിക്കുന്നവരെ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. അവൻ്റെ ഫാൻറ്റ് കണ്ടില്ലേ, എന്താ മുട്ടിൻ്റെ താഴെ പെട്ടെന്നാണ്ട് അവസാനിക്കണം, അല്ലെങ്കിൽ അവൻ്റെ താടി കണ്ടില്ലേ, ബാർബറുടെ കരങ്ങൾ ഇതുവരെ സ്പർശിച്ചിട്ടില്ല, മറ്റുള്ളവരെ ഏതെങ്കിലും ജീവികളെ പേര് പറഞ്ഞ് അവൻ്റെ താടി രോഗങ്ങൾ പോലെ ഈ പരിഹാസം ചെന്നെത്തുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സുന്നത്തിനെ നമ്മൾ പരിഹസിക്കുന്നു, നമ്മൾ ആ സുന്നത്ത് എടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള, നമ്മൾ എടുക്കുന്നില്ലെങ്കിലും ആ സുന്നത്തിനെ നമ്മൾ പരിഹസിക്കാൻ പാടില്ല. അങ്ങനെ സുന്നത്തിനെ പരിഹസിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹ മധ്യത്തിൽ അനാദരിക്കുന്ന, പരിഹസിക്കുന്ന ഒരു വേർഡോ പ്രവൃത്തിയോ നമ്മിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതോടുകൂടി നമ്മൾ എത്ര തന്നെ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നെങ്കിലും ആ സൽക്കർമ്മങ്ങൾ നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുകയില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോ വാക്കുകളോ പ്രവൃത്തികളോ നമ്മിൽ നിന്ന് വരുന്നില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. അതേപോലെ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ നാളെ ഉപകാരപ്പെടാതിരിക്കാനുള്ള ഒരു കാരണമാണ് 5 നേരത്തെ ഫർദ് നമസ്കാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 5 നേരത്തെ ഫർദ് നമസ്കാരം എന്നുള്ളത് അവൻ്റെ മേൽ ഏറ്റവും ബാധ്യതപ്പെട്ട, ഏറ്റവും നിർബന്ധമായി ബാധ്യതപ്പെട്ട കാര്യമാണ്. അത് 1-2 വക്തി നമ്മളെ ഒഴിവിനനുസരിച്ച് നമ്മളെ ജോലി തിരക്കുകൾക്കിടയിൽ ളുഹറും അസറും പ്രശ്നമില്ല, അത് നമസ്കരിക്കുക. സുബി ഞാൻ ഉറങ്ങിപ്പോയി 8 മണിക്ക് എഴുന്നേൽക്കുള്ളൂ, സുബി വേണ്ട, അല്ലെങ്കിൽ ഇശായിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഞാൻ കിടന്നിട്ടുണ്ടാവും. അങ്ങനെ 5 വക്ത് നമസ്കരിക്കാത്തവൻ നമ്മിൽ പെട്ടവനല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതിന് 1 വക്ത് ഒഴിവാക്കിയാലും 5 വക്ത് ഒഴിവാക്കിയാലും ഒരേപോലെയാണെന്നാണ് പലപ്പോഴും പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 5 വക്ത് നമസ്കാരം, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അത് ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എന്തെങ്കിലും നിസ്സാരമായ കാരണത്തിൻ്റെ പേരിൽ ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ അതിന് കുറ്റക്കാരൻ. അപ്പോൾ ഫർദ് നമസ്കാരങ്ങളിൽ വിട്ടുവീഴ്ച, ഏതെങ്കിലും ഒരു വക്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമസ്കാരം നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ ഫർദ് നമസ്കാരം നിഷ്കൃഷ്യ രൂപത്തിൽ അവൻ പ്രാവർത്തികമാകാത്ത ആളായതുകൊണ്ട് തന്നെ അവൻ്റെ സൽക്കർമ്മങ്ങൾ എന്താവില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വീകരിക്കില്ല. കാരണം പരലോകത്ത് എത്തിപ്പെട്ടാൽ ഏറ്റവും ആദ്യമായി വിചാരണ ചെയ്യുന്ന നമസ്കാരത്തെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് അതിന് ഫായിദ കിട്ടണമെങ്കിൽ നമസ്കാരം നമ്മൾ അതിൻ്റെ കൃത്യനിഷ്ഠയോടുകൂടി അതിൻ്റെ സമയത്ത് തന്നെ നമ്മളെ സമയം ഉണ്ടാക്കിക്കൊണ്ട് നമസ്കരിക്കേണ്ടതാണ്. മറ്റൊന്ന് കടം. നമ്മൾ മറ്റുള്ള ആളുകളിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ ആ കടം വീട്ടാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ പല കർമ്മങ്ങളും മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കും. അത് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ ബാധ്യതയില്ല, കടമില്ല എന്ന് മരണസമയത്ത് നമുക്ക് ഉറപ്പുവരുത്തണം. അപ്പോൾ കഴിവിൻ്റെ പരമാവധി കടത്തിൽ നിന്ന് മുക്തമായിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ കടബാധ്യതകൾ മറ്റാരെങ്കിലും ഏറ്റെടുക്കണം. കടത്തോടു കൂടിയാണ് ഒരാൾ മരണപ്പെടുകയും അവൻ്റെ കടം ഏറ്റെടുക്കാൻ ആരും തയ്യാറാവുകയും ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അവൻ്റെ അമലുകൾ അതുകൊണ്ട് നാളെ പരലോകത്ത് അവർക്ക് ഉപകാരപ്പെടുകയുമില്ല. മറ്റൊന്ന് റിയാദ്, ലോകമാന്യത. നമ്മൾ മേലെ പറഞ്ഞ ഇഖ്ലാസുമായി ബന്ധമുള്ള കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ നെയ്യത്ത് മാറുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണണം, മറ്റുള്ള ആളുകൾക്കിടയിൽ ഞാൻ നല്ലൊരാളാകണം എന്നുള്ളൊരു നെയ്യത്തിലാണ് ഞാൻ കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അതിനും ആ കർമ്മങ്ങൾക്കും എന്തുണ്ടാവില്ല, നാളെ പരലോകത്ത് നമുക്ക് എന്തുണ്ടാവില്ല, കൂലി കിട്ടില്ല. അതേപോലെയുള്ള ഒന്നാണ് മദ്യപാനം. മദ്യപാനം എന്ന് പറഞ്ഞാൽ ഏത് ലഹരി ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ലഹരിയാണ്. അത് ചിലപ്പോൾ നമ്മൾ ഒപ്പരിക്കുന്ന ആളുകൾ സ്മെല്ലുണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റിതുകൊണ്ടൊന്നും അറിയാൻ പറ്റില്ല. ഏതെങ്കിലും രൂപത്തിലുള്ള ലഹരികൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവൻ്റെ കർമ്മങ്ങളും നാളെ അവനക്ക് എന്തെയ്യില്ല, പരലോകത്ത് ഉപകാരപ്പെടില്ല. അതിൻ്റെ ചെറിയ ലഹരികളാണ്. നമുക്കറിയാം പലപ്പോഴും പല ആളുകളുടെയും ധാരണ സിഗരറ്റ് ഹറാമല്ല എന്നുള്ള. സിഗരറ്റും ഹറാം തന്നെയാണ്. സിഗരറ്റ് വലിക്കുക എന്നുള്ളത് ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ്. അത് വിൽക്കലായാലും വാങ്ങലായാലും വലിക്കലെല്ലാം തെറ്റാണ്.
അപ്പോൾ അതൊക്കെ എന്താവും, ഈ ലഹരിയുടെ വകുപ്പ് പെടും. അപ്പോൾ അതും എന്താണ്, സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവൻ്റെ കർമ്മങ്ങൾ എത്ര നല്ല കർമ്മങ്ങളാണെങ്കിലും അവൻക്കത് പരലോകത്ത് ഉപയോഗപ്പെടാതെ പോകും. അതേപോലെ ജ്യോത്സ്യനെ സമീപിക്കുക എന്നുള്ളത്, ജ്യോത്സ്യനെ സമീപിക്കുക എന്നുള്ള നമ്മുടെ നാട്ടിൽ നമ്മൾ പലപ്പോഴും സമൂഹത്തിലുള്ള ആളുകൾ നേരിട്ട് ജ്യോത്സ്യൻ്റെ അടുത്ത് പോകില്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കൈനോട്ടക്കാരാണ് വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു. അതല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും അദൃശ്യകാര്യം കിട്ടാൻ വേണ്ടി ഏതെങ്കിലും തങ്ങന്മാരെ അടുത്തോ ബീവിമാരെ അടുത്തോ പോകും. അതൊക്കെ ജ്യോത്സ്യൻ്റെ അടുത്ത് പോലെ തന്നെയാണ്. ഇത്തരത്തിൽ ജ്യോത്സ്യനെ സമീപിക്കുകയും അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കർമ്മങ്ങൾ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, അവൻക്ക് അതിന് തക്കതായ ശിക്ഷ കിട്ടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിൽ അവിശ്വസിച്ചവരെ പോലെയാണ് ജ്യോത്സ്യന്മാരെ പറയുന്നത് സ്വീകരിക്കുന്ന ആളുകൾ എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഗൗരവമുള്ള കാര്യമാണ് ജ്യോത്സ്യനെ സമീപിക്കുക എന്നുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളും നമ്മൾ ഇതേപോലെ ഇതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പരസ്പരം തെറ്റി നിൽക്കുക, 2-3 ദിവസത്തിൽ കൂടുതൽ തെറ്റി നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ കർമ്മങ്ങൾ, ആഴ്ചയിൽ 2 ദിവസമാണ് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. ഈ ഉയർത്തപ്പെടുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരോടോ അല്ലെങ്കിൽ നമ്മളെ സുഹൃത്തുക്കളോടോ ഏതെങ്കിലും ബന്ധത്തിൽപ്പെട്ട ആളുകളോടോ നമ്മൾ തെറ്റി നിൽക്കുകയാണ്, സംസാരിക്കാതിരിക്കുകയാണ് എങ്കിൽ അവരുടെ കർമ്മങ്ങൾ നാളെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയില്ല. അവർ എത്ര തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടും അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഈ ഒരു തെറ്റിൻ്റെ പേരിൽ അവൻ്റെ കർമ്മങ്ങൾ എന്താവില്ല, നാളെ അവനക്ക് ഉപയോഗപ്പെടുകയുമില്ല. ഇന്ന് അവൻ്റെ കർമ്മങ്ങൾ എന്താവില്ല, അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന സമയത്ത് അവരിലേക്ക് ഉയർത്തപ്പെടുകയുമില്ല. കാരണം തെറ്റി നിൽക്കുന്നവരുടെ കർമ്മങ്ങൾ അള്ളാഹുവിന് ആവശ്യമില്ല. എന്തെങ്കിലും നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ, ചിലപ്പോൾ കുടുംബ പ്രശ്നങ്ങളാവും, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിൽ എന്തെങ്കിലും വാക്കുപയോഗം, ഇതിൻ്റെ പേരിൽ ഞങ്ങൾ പരസ്പരം തെറ്റിയിട്ടൊന്നും ഇല്ല എന്ന് പറയും. പക്ഷെ എന്താ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. മൊബൈലിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കൊടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഫോൺ വിളിച്ചാൽ എടുക്കുന്നുണ്ടാവില്ല. അവനോട് ചോദിച്ചാൽ ന്യായീകരണം, ഞാൻ തെറ്റിയിട്ടൊന്നുമില്ല, പക്ഷെ സംസാരിക്കാറില്ല. 2-3 കൊല്ലമായിട്ട് ഞാൻ മുത്താപ്പാനായിട്ട് സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അമ്മായികളായിട്ട് അതൊരു ചെറിയ അതിരിൻ്റെ പ്രശ്നമാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളുടെ ഗൗരവം മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾ മനസ്സിലാക്കിയില്ല. ഇങ്ങനെ കുടുംബത്തിൽ തെറ്റി നിൽക്കുന്ന ആളുകൾ എത്ര തന്നെ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിട്ടും എത്ര തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. നമ്മളെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരണമെങ്കിൽ നമ്മൾ എല്ലാ ബന്ധങ്ങളും പൂർണ്ണമായി കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുമാണെങ്കിൽ മാത്രമേ നമ്മളെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് പൂർണ്ണമായി ഉയർത്തപ്പെടുകയുള്ളൂ. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സ്വാലിഹായ അമലിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഓഖർ ദഅവാനാ